എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്ത കാഴ്ചകളും കാഴ്ചപ്പാടുകളും കൊണ്ട് മുഖരിതമാണ് നമ്മുടെ ലോകം. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കോൺഫ്ലിക്റ്റുകളുടെ ലോകം കൂടിയാണ്. കോൺഫ്ലിക്റ്റുകൾ കേവലം ഭിന്നതകളുടെ അടയാളം മാത്രമല്ല, പുതിയൊരാശയത്തിലേക്ക് നയിക്കുന്ന പാലങ്ങൾ കൂടിയാണ്. നമ്മൾ കാണുന്ന കാഴ്ചയ്ക്കപ്പുറത്ത് മറ്റു ചില കാഴ്ചകളുണ്ടെന്നും കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അടയാളങ്ങൾ കൂടിയാണവ. തോമസ് ക്രൂം എഴുതുന്നു, ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ അവർ റെസ്പോൺസ് ടു കോൺഫ്ലിക്റ്റ്. നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം വ്യത്യസ്ത കാഴ്ചപ്പാടുകളോടുള്ള നമ്മുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആൻഡ്രൂ ബേൺസ്റ്റൈൻ ആണ് എഴുതുന്നത്, സ്ട്രഗിൾ ആൻഡ് കോൺഫ്ലിക്റ്റ് ആസ് ഇൻഹറന്റ് പാർട്സ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. മനുഷ്യന്റെ നിലനിൽപ്പുകളുടെ അടിസ്ഥാനം തന്നെ വ്യത്യസ്തമായ കാഴ്ചകളും കാഴ്ചപ്പാടുകളുമാണ്. ഒരു വീട്ടിനുള്ളിൽ വ്യത്യസ്ത വ്യക്തികളാണ് ഒരുമിച്ച് താമസിക്കുന്നത്. കുടുംബം എന്ന മേൽക്കൂരയുടെ അടിയിലാണ് നമ്മൾ കഴിയുന്നത്. അവിടെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാകാം. അവയെല്ലാം ആ കുടുംബത്തെ വളർത്തുന്നതാകണം. അങ്ങനെ അത് വളരണമെങ്കിൽ വ്യത്യസ്ത ആശയങ്ങളെയും നിലപാടുകളെയും നമ്മൾ സമീപിക്കുന്ന രീതി ക്രിയാത്മകമാകണം. എന്നാൽ അത് സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ ഒരു കുടുംബം അതിൽ തന്നെ തകർന്ന് ഇല്ലാതെയാകും. അതുകൊണ്ടാണ് പറയുന്നത്, കോൺഫ്ലിക്റ്റ് ഈസ് നെയ്തർ ഗുഡ് ഓർ ബാഡ്. പ്രോപ്പർലി മാനേജ്ഡ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി വൈറ്റൽ. വിവിധ ആശയങ്ങൾ, ചില നല്ല ആശയം കാണും, ചിലത് മോശപ്പെട്ട ആശയം കാണും. അവയെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും അത് ശരിയായ ദിശയിലേക്ക് വളരുവാൻ തക്കവണ്ണം സഹായിക്കുന്നത്. ഭിന്നാശയങ്ങൾ ഉണ്ടാകട്ടെ, ഭിന്നമായ നിലപാടുകൾ ഉണ്ടാകട്ടെ, ആശയങ്ങളുടെയും നിലപാടുകളുടെയും ബഹുസ്വരതയിൽ നിന്നുകൊണ്ട് വേണം നല്ല ജീവിതം കെട്ടിപ്പടുക്കാനും രൂപപ്പെടുത്താനും. ആശയഭിന്നതകളിൽ ആശങ്കപ്പെടേണ്ട. മികവിലേക്കുള്ളൊരു പാലമായി അതിനെ നമ്മൾ കണ്ടാൽ മാത്രം മതി. എത്രയോ വിഭിന്നമായ ആശയ തലങ്ങളുടെ നടുവിലല്ലേ ക്രിസ്തു തൻ്റെ ജീവിതം രൂപപ്പെടുത്തിയെടുത്തത്. ശിഷ്യന്മാർക്കിടയിൽ തന്നെ എത്രയോ തവണ ആശയ സംഘർഷം ഉണ്ടാകുന്നു. എന്നാൽ അവയെ ഓരോന്നിനെയും സമീപിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ക്രിസ്തു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 12 പേരെ തൻ്റെ ശിഷ്യരായി തിരഞ്ഞെടുക്കുമ്പോൾ 12 വ്യക്തികളെ ചേർത്ത് പിടിച്ചു എന്ന് മാത്രമല്ല, 12 ആശയങ്ങളെയും അത്ര തന്നെ നിലപാടുകളെ ഒക്കെയാണ് ക്രിസ്തു ചേർത്ത് പിടിച്ചത്. അതിലൂടെയാണ് തൻ്റെ പ്രപഞ്ചം വികസിപ്പിക്കുന്നത്. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഇത്തരമൊരു ഉത്തരവാദിത്വം ഈ ജീവിതത്തിൻ്റെ നടുവിൽ നമുക്കുമുണ്ടെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 7-ാം വാക്യം, ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, വ്യത്യസ്ത ആശയങ്ങളുള്ള ഒരു ലോകത്തിൻ്റെ നടുവിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവേ, ഓരോന്നിനെയും തിരിച്ചറിയുവാനും അഭിമുഖീകരിക്കുവാനും നന്നായി ജീവിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഭിന്നതകളിലല്ല, ഭിന്നതകൾ സൃഷ്ടിക്കുന്ന വളർച്ചയുടെ പാതകൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കർത്താവെ, വ്യത്യസ്ത ചിന്താഗതിയുള്ള മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് മുൻപോട്ട് പോകാൻ തക്കവണ്ണമുള്ള ഒരു നല്ല സാമൂഹ്യ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മ കൃപ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി കുറവും ബലഹീനതയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാപങ്ങളുടെ പൊറുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുകൃപ ഞങ്ങളിൽ പകരണമേ. ബലഹീനരായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.